Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പ് കറി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ അസ്ത്രം എന്നാ പറയുന്നത്. ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് കൂടുതലും ടേസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/4 കിലോ കാണുമായിരിക്കും ഇത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചിരണ്ടി വെച്ചാൽ മതി. ഇങ്ങനെ ചിരണ്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി അങ്ങ് പൊക്കോളും. നമ്മൾ ഇഞ്ചിയൊക്കെ ചിരണ്ടുന്ന കണക്ക് ചിരണ്ടി എടുക്കാതെ ഇങ്ങനെ ചിരണ്ടി വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ പോകുന്നത്. ഇങ്ങനത്തെ ചേമ്പിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടിച്ചേമ്പെന്നാണ് പറയണത്. ഇതിന് നമ്മൾ വലിയ ചേമ്പാണിത്. ഇതങ്ങനെ ചൊറിയത്തൊന്നുമില്ല. അപ്പോൾ ചേമ്പിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചെടുക്കണം. ഇത് മുറിക്കുമ്പോൾ നല്ല വലിയ പീസായിട്ട് വേണം മുറിക്കാനായിട്ട്. അപ്പോൾ ഞാനിതിനെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ കനത്തിൽ നമ്മൾ സാമ്പാറിനൊക്കെ കഷ്ണം അരിയത്തില്ലേ, അതുപോലെ വേണം ഇത് വലിയ പീസായിട്ട് വേണം അരിയാനായിട്ട്. അപ്പം ഈ ഒരു വലിയ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വട്ടം കൂടുതലല്ലേ, അപ്പം അത് 4ആയിട്ട് മുറിക്കാതെ. ഈ ചേമ്പ് പെട്ടെന്ന് വേകും. അപ്പോൾ വലുതായി മുറിച്ചൊന്നും പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇത് ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 4 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു പുറം ചെളിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ചേമ്പിൻ്റെ പുറം ഇതുപോലെ തന്നെ ഇരിക്കത്തുള്ളൂ നമ്മൾ ചിരണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുമത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നത്തെ വെള്ളം ഒഴിക്കുമ്പോൾ കഷ്ണത്തിൻ്റെ ലെവലിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഇപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇടുന്നത് കല്ലുപ്പാട്ടോ. അപ്പോൾ ഇപ്പോൾ പൊടിയുപ്പ് ഉണ്ടെങ്കിൽ പൊടിയുപ്പ് ഇട്ടേച്ചാലും മതി. ഇപ്പോൾ ഇതിലെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കുക. ഇതിലെ വെള്ളമൊന്നും ഫുള്ളായിട്ടൊന്നും പറ്റുമൊന്നും വേണ്ട. ചേമ്പൊന്ന് വെന്ത് കിട്ടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ചേമ്പോടൊന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് അരപ്പിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി ഇതിനൊരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് 1/4 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി, ചെറുത് മതി കേട്ടോ, ഒത്തിരി വലുതൊന്നും എടുക്കണ്ട. 1/4 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇടണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കുക. പക്ഷേ ഞാനിപ്പം മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മിക്സിയുടെ ബൗളിലൊക്കെ മഞ്ഞ കളർ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അരയ്ക്കുമ്പോൾ ഇത് ചേർക്കുന്നത് 1/4 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, ഒരു ഉള്ളി, ഒരു വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞാൻ ചെറിയ ബൗളിൻ്റെ അകത്തിട്ടിട്ട് അരയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. മിക്സിയിൽ എത്ര വെള്ളം ഒഴിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. ഇത് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ മൂടിയൊക്കെ മഞ്ഞ കളറാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. മഞ്ഞൾപ്പൊടിയും അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാണ്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഇത് മാറ്റി വെക്കാം. നമുക്ക് ചേമ്പ് എന്തായി നോക്കാം.
ചേമ്പ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഉടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഉടച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു തവി എടുത്തിട്ട് തവിയുടെ ബാക്ക് വശം വെച്ചിട്ടൊന്ന് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു വരും. അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കാം ഇങ്ങനെ. ഇതിപ്പോൾ ഉടയ്ക്കുമ്പോൾ ഫുൾ കഷ്ണം ഉടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉടച്ചെടുക്കുന്നത്. എൻ്റെ മമ്മിയൊക്കെ ചെയ്യുമ്പോൾ മമ്മി ഫുൾ ഉടയ്ക്കും. മമ്മിക്ക് ഇങ്ങനെ കഷ്ണം കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പം മമ്മി ആണെങ്കിൽ അതങ്ങ് ഫുള്ളങ്ങ് ഉടയ്ക്കും. അപ്പം ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇങ്ങനെ കഷ്ണം കിടക്കുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാനത് ഫുൾ അങ്ങോട്ട് ഉടയ്ക്കത്തില്ല. ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കൽ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റിട്ട് അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് അരയ്ക്കുന്ന തേങ്ങയുടെ കൂട്ടത്തിൽ തന്നെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് കളർ പിടിക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാനകത്ത് അങ്ങനെ ചേർക്കാത്തത്. അപ്പോൾ നമ്മൾ കല്ലിലൊക്കെ അരച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കല്ലിൽ തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ തേങ്ങ ചേർക്കാം. ഈ മിക്സിയുടെ ബൗളൊന്ന് കഴുകി ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു കുറുകിയ ടൈപ്പാണത്. ചേമ്പായതുകൊണ്ട് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ഇതൊന്ന് ഭയങ്കര കുറുകി വരും കേട്ടോ. കണ്ടോ ഇപ്പം തന്നെ നല്ല കട്ടയായി തുടങ്ങിയത്. ഇതിനെ ആറുന്തോറും ഇത് കുറുകി വരത്തുള്ളത്. ഇനി അങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ കഷ്ണം അങ്ങോട്ട് ഒരുപാട് വെന്ത് സോഫ്റ്റ് ഒന്നും ആകുമൊന്നും വേണ്ട. ഒരു കുറച്ച് കട്ടിപ്പുണ്ടായിരിക്കണം. അതെന്ന് വെച്ചാൽ നമുക്ക് ആ ചേമ്പ് കടിക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ചേമ്പിൻ്റെ പരുവം. ഇനി ഇതിലേക്കൊന്ന് വറുത്തിടണം. ഇനി ഇതൊന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഇതിലേക്ക് 1 ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 1 വറ്റൽമുളക്, അത് 2ആയിട്ട് പൊട്ടിച്ചിടാം. മൂത്തിട്ടുണ്ട്, ഓഫ് ചെയ്യാം. ആ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അത് മൂക്കും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇനി ഇത് ഈ ചേമ്പ് കറിയിലേക്ക് ഒഴിക്കാം. ഇതൊഴിച്ച ശേഷം ഇതൊരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. ഇത് അടച്ചു വെക്കുമ്പോഴത്തേക്ക് നമ്മൾ കടുക് വറുത്തതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ, അത് ആ കറിയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങിച്ചെല്ലും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. കടുക് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കരുത്. ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല കുറുകിയ കറിയാണിത്. അപ്പോൾ നമ്മുടെ ചേമ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇത് കൂടുതലും കഞ്ഞിയുടെ കൂടെയാണ് കഴിക്കാറ്. ചോറിൻ്റെ കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.